പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുത്ത ശേഷമുള്ള ആദ്യ രാഷ്ട്രീയകാര്യ സമിതി യോഗം ജൂൺ 27-ന് പുനഃസംഘടനാ ചർച്ചകൾ പ്രധാന വിഷയമാകും. തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗത്തിൽ ഉണ്ടാകും. ബിനിൽ ലീല സാബുവാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ബിനില്, ഏറെ നിർണായകമാകുന്ന ഒരു യോഗമായിരിക്കും അത്. തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ശേഷമുള്ള യോഗം മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിൽ എടുത്ത തീരുമാനങ്ങൾ, അത് സംബന്ധിച്ചുള്ള വിശകലനങ്ങൾ, പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള യോഗം, ഇങ്ങനെ വിവിധങ്ങളായ മാനങ്ങൾ ഉണ്ടാകുന്ന ഒരു യോഗം കൂടിയാണ്. എത്തരത്തിലാണ് വിവരങ്ങൾ ബിനിൽ? ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അജണ്ട പുനഃസംഘടന തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം 23-ന് വരും. അതിനുശേഷമാകും ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലമാകും വലിയ ചർച്ചയായി ഉയർന്നു വരിക. എന്തായാലും അവിടെ തിരിച്ചടി നേരിട്ടാൽ, അല്ലെങ്കിൽ വലിയ വോട്ടുകൾക്ക് കുറവ് വന്നാൽ വലിയ രീതിയിൽ അത് തർക്കങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നത് ഉറപ്പാണ്. കാരണം നമുക്കറിയാം, നിലമ്പൂരിൽ വലിയ കാര്യങ്ങൾ ചർച്ചയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായി. തുടങ്ങിയ വലിയ കാര്യങ്ങൾ, ആര്യൻ ഷൗക്കത്തിന്റെ പിന്തുണ, ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ അനവധി വിഷയങ്ങൾ അവിടെ ചർച്ചയായിരുന്നു. ഒരുപക്ഷെ അവിടെ തിരിച്ചടി നേരിട്ടാൽ, വോട്ടുകളിൽ വലിയ കുറവുണ്ടായാൽ അത് ചർച്ചയാകും. അത് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയാവുകയും അത് പിന്നീട് വലിയ, അല്ലെങ്കിൽ ആ ചർച്ചകളിലേക്ക് പോവുകയും ചെയ്യും എന്നുറപ്പാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഉണ്ടാവും. മറ്റൊന്ന് പുനഃസംഘടനയാണ്. പുനഃസംഘടന നിലവിൽ അത് ചില തർക്കങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ജില്ലാ അധ്യക്ഷന്മാരെ തീരുമാനിക്കുന്നത് എല്ലാവരെയും മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനം നേരത്തെ വന്നതാണ്. പക്ഷേ മാറ്റുകയാണെങ്കിൽ എല്ലാവരെയും മാറ്റണം എന്ന നിലപാട് ചില നേതാക്കൾ ആ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തതാണ്. എന്തായാലും KPCCയുടെ ജനറൽ സെക്രട്ടറി അടക്കം തീരുമാനിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് തരൂരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. തരൂർ വീണ്ടും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുകയും പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ദേശീയ തലത്തിൽ തരൂരിനെ അവഗണിക്കാൻ തീരുമാനിച്ചെങ്കിലും സംസ്ഥാനത്ത് വലിയ ചർച്ചയാവുന്നുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അദ്ദേഹം പ്രചാരണത്തിന് എത്തിയിരുന്നില്ല, തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അത്തരം വിഷയങ്ങൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നു വരും. പ്രത്യേകിച്ച് ഏറ്റവും എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പാണ്, അതിന്റെ ഫലമാണ്. ആ ഫലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ഇതൊരു സെമി ഫൈനലായിട്ടാണ് UDF കണക്കാക്കുന്നത്. ആ സെമി ഫൈനലിൽ ഒരുപക്ഷെ തിരിച്ചടി നേരിട്ടാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ 10 വർഷമായി ഭരണമില്ല UDFന്. അതുകൊണ്ട് തന്നെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അടുത്ത തവണ ഭരണം പിടിച്ചേ മതിയാകൂ. അതിൽ ഒരു തിരിച്ചടി, അത് ഇവിടെ സെമി ഫൈനലിൽ നിലമ്പൂരിൽ തിരിച്ചടി നേരിട്ടാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ച് UDFനുള്ളിൽ തന്നെ അത്തരം ചർച്ചകൾ ഉടലെടുക്കുകയും ചെയ്യും. എന്തായാലും നിർണായകമായ ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗമാണ് അടുത്ത വെള്ളിയാഴ്ച 27-ാം തീയതി ചേരുന്നത്. സംഗീത, തീർച്ചയായും ബിനിൽ, നിർണായകമായ ആ യോഗം ജൂൺ 27-ന് നടക്കുമെന്നാണ് തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബു റിപ്പോർട്ട് ചെയ്യുന്നത്.